നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ഹൃദയത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണ് വയനാട് ദുരന്തം. ഇവിടെ നിന്നുള്ള വിലാപങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുടെ ഉള്ളുലയിക്കുന്ന സങ്കട കാഴ്ചകൾ കേരളത്തിന്റെ കരളലിയിപ്പിക്കുകയാണ്. വേദനയിൽ പിടയുന്ന ദുരിതബാധിതർക്ക് കരുതലേകുവാൻ മനുഷ്യരൊന്നാകെ കൈകോർക്കുകയാണ്. നിരവധി സുമനസുകളാണ് ഓരോ മണിക്കൂറുകളിലും വയനാടിന് സഹായഹസ്തവുമായി എത്തുന്നത്. വയനാട് ദുരന്തത്തിൽ ഇരകളായവരുടെ അതിജീവനത്തിനും രക്ഷാപ്രവർത്തനത്തിനും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതിനിടെ വയനാടിനെ കൈത്താങ്ങുമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും രംഗത്തുണ്ട്. ആദ്യ ധനസഹായ ഗഡുവായി COA 10 ലക്ഷം രൂപ നൽകി. അടിയന്തര സഹായമായാണ് ഈ തുക നൽകിയത്. വൈകാതെ തന്നെ തുടർ സഹായങ്ങൾ ലഭ്യമാക്കും. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് ശമനം. മഴ കുറഞ്ഞെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ അതീവ ജാഗ്രത തുടരുന്നു. ചുള്ളിക്കര GLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് MLAയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു. 26 പട്ടികവർഗ കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. ചെർക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയിൽ നെക്രാജിയിൽ മണ്ണിടിച്ചിൽ. പ്രദേശവാസികളും യാത്രക്കാരും അപകട ഭീഷണിയിൽ. വയനാട്ടിലെ മലയാളി സഹോദരങ്ങൾക്ക് ആശ്വാസമേകാൻ തൃക്കരിപ്പൂരിലെ കർണാടക സ്വദേശികളും കൂട്ടായ്മയും അവശ്യവസ്തുക്കൾ എത്തിച്ചു നൽകി. അനുഗ്രഹം നൽകി നാട്ടുവഴികളിലൂടെ കുട്ടിദൈവങ്ങളുടെ സഞ്ചാരം. ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നതെന്നാണ് വിശ്വാസം. കാസർഗോഡ് മൊഗ്രാലിൽ ATM കൗണ്ടറിലെ യന്ത്രം തകർത്ത് കവർച്ചാശ്രമം. സുരക്ഷാ അലാം മുഴങ്ങിയെങ്കിലും കവർച്ചയ്ക്കെത്തിയയാളെ പിടികൂടാനായില്ല. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് ശമനം. ഒരാഴ്ചയോളമായി തുടരുന്ന ശക്തമായ മഴയ്ക്കാണ് വെള്ളിയാഴ്ചയോടെ ശമനമുണ്ടായത്. മഴ കുറഞ്ഞെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ അതീവ ജാഗ്രത തുടരുന്നു. മഴ കുറഞ്ഞെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ജാഗ്രത തുടരുന്നു. വ്യാഴാഴ്ച ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 വരെ ഓറഞ്ച് മുന്നറിയിപ്പും പിന്നീട് അങ്ങോട്ടും ശനിയാഴ്ചയും മഞ്ഞ മുന്നറിയിപ്പുമായിരുന്നു. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ സംസ്ഥാനത്തെ നദികളിൽ ഓറഞ്ച്, മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജില്ലയിലെ പയസ്വിനി പുഴയിൽ മഞ്ഞ മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചത്. ഈ സാഹചര്യത്തിൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് 2-ന് രാത്രി 11:30 വരെ 1.9 മുതൽ 2.2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മീൻപിടുത്ത യാനങ്ങൾ തുറമുഖങ്ങളിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചുള്ളിക്കര GLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് MLAയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു. കുട്ടിക്കാനം, ഓട്ടക്കണ്ടം, നീലിമല എന്നിവിടങ്ങളിലെ 26 പട്ടികവർഗ കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. കള്ളാർ വില്ലേജിൽ ചുള്ളിക്കര GLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് ചന്ദ്രശേഖരൻ MLA, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ എന്നിവർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. തീരുമാനിക്കുന്നതനുസരിച്ച് സാഹചര്യം മാറി വരുമ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശം തരും. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നാളെ സ്ഥിതി മെച്ചപ്പെട്ടാൽ നാളെ തന്നെ പോകാം. ധൃതി പിടിച്ച് തീരുമാനമെടുത്ത് പോകുന്നത് ഉചിതമല്ല. അതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്ഥിതി അന്വേഷിക്കാൻ വന്നതാണ്. എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാവും. തീർച്ചയായും ഭക്ഷണത്തിൻ്റെയോ മറ്റ് അത്യാവശ്യ കാര്യങ്ങളുടെയോ എല്ലാം കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനമെല്ലാം നമ്മൾ ഉണ്ടാക്കും. അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കുട്ടിക്കാനം, ഓട്ടക്കണ്ടം, നീലിമല എന്നിവിടങ്ങളിലെ 26 പട്ടികവർഗ കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. 27 പുരുഷന്മാരും 39 സ്ത്രീകളും 34 കുട്ടികളും ഉൾപ്പെടെ 100 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 12 മുതിർന്ന പൗരന്മാരും ഒരു നവജാത ശിശുവും ഉൾപ്പെടുന്നു. ജില്ലാ കളക്ടർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ക്യാമ്പിലേക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ചന്ദ്രശേഖരൻ MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ചെർക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയിൽ നെക്രാജിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശവാസികളും യാത്രക്കാരും അപകട ഭീഷണിയിൽ. ഇടിഞ്ഞു വീണു തുടങ്ങിയ കുന്നിന് മുകളിലായി പാറക്കല്ലുകളും ഇളകി നിൽക്കുകയാണ്. ഏത് സമയത്തും ഇവയെല്ലാം ഇടിഞ്ഞ് താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയാണുള്ളത്. ചെർക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയിൽ നെക്രാജി ഭാഗം മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടമുനമ്പിൽ. റോഡിന്റെ വശത്തോട് ചേർന്നുള്ള കുന്നാണ് ഇടിഞ്ഞു തുടങ്ങിയത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. താഴ്ഭാഗത്ത് നിരവധി കുടുംബങ്ങളും താമസിച്ചു വരുന്നുണ്ട്. ഇടിഞ്ഞു വീണ് തുടങ്ങിയ കുന്നിന് മുകളിലായി പാറക്കല്ലുകളും ഇളകി നിൽക്കുകയാണ്. ഏത് സമയത്തും ഇവയെല്ലാം ഇടിഞ്ഞ് താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയാണുള്ളത്. ഇങ്ങനെ സംഭവിച്ചാൽ അത് വലിയൊരു ദുരന്തത്തിന് തന്നെ വഴിവെച്ചേക്കാം. വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കളക്ടർക്കും റവന്യൂ വകുപ്പിനും പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. എന്നാൽ നടപടിയുണ്ടായില്ല. കഴിഞ്ഞ ദിവസത്തോടെ മണ്ണ് കൂടുതൽ ഇടിഞ്ഞു തുടങ്ങിയതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. എത്രയും പെട്ടെന്ന് ഈ മണ്ണ് നീക്കം ചെയ്യണമെന്നും മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു. വലിയൊരു കുന്നിൻ ചരിവാണ്. ഇവിടെ വലിയൊരു അപകട സാധ്യത നമ്മളെ മുൻപിൽ കാണുന്നുണ്ട്. കാരണം അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചേക്കാവുന്നതാണ്. ഒരുപാട് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതുപോലെ തന്നെ കുട്ടികളും മദ്രസയിൽ പോകുന്ന കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, അങ്ങനെ നടന്ന് കാൽനട യാത്രക്കാരൊക്കെ പോകുന്ന ഒരു വഴിയാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചാൽ ഗതാഗതവും പൂർണ്ണമായും തടസ്സപ്പെട്ടേക്കാം. അതിനാൽ തന്നെ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾക്ക് പുറമെ രാഷ്ട്രീയ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് വലിയൊരു കുന്നാണ് അന്ന് ഈ റോഡിന്റെ വർക്ക് നടത്തുമ്പോൾ കുന്നിടിച്ചത്. ഇത് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് വലിയൊരു അപകട ഭീഷണിയായി മാറി നിൽക്കുന്നു. നിരവധി വാഹനങ്ങളാണ് ഇതിലെ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ മണ്ണ് ഇവിടുന്ന് എടുത്ത് നീക്കം ചെയ്തില്ലെങ്കിൽ വലിയൊരു അപകടത്തിന് കാരണമാവും. മാത്രമല്ല, ഇതിന്റെ മുകളിൽ കാണുന്നതെല്ലാം വലിയ വലിയ പാറക്കല്ലുകളാണ്. അതെങ്ങാണ്ടും വാഹനങ്ങൾ പോകുമ്പോൾ താഴോട്ട് വന്നാൽ ഏറ്റവും വലിയൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അടിയന്തരമായി ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഇടപെട്ടുകൊണ്ട് ഇതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ പറയാനുള്ളത്. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. ഇത്തരം അപകട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള റോഡുകളിലൂടെ യാത്ര പോകുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാട്ടിലെ മലയാളി സഹോദരങ്ങൾക്ക് ആശ്വാസമേകാൻ തൃക്കരിപ്പൂരിലെ കർണാടക സ്വദേശികളുടെ കൂട്ടായ്മയും. ദുരിതമനുഭവിക്കുന്നവർക്ക് പുതുവസ്ത്രങ്ങളും ചെരുപ്പുകളും ഉൾപ്പെടെ 20 ഇനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഇവർ പാക്ക് ചെയ്ത് എത്തിച്ചത്. കാൽനൂറ്റാണ്ടിലധികമായി തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും താമസിച്ചു വരുന്ന കർണാടക ഹാസൻ ജില്ലയിലെ കുടുംബങ്ങളാണ് കൂടുതലും. പഴയ തുണിത്തരങ്ങൾ ശേഖരിച്ച് ബംഗളൂരുവിലെത്തിച്ചു കിട്ടുന്ന വരുമാനം ഉപജീവനത്തിനുപയോഗിച്ച് വരുന്ന ഇവരിൽ ചിലർ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വിൽപ്പന നടത്തുന്നുമുണ്ട്. തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് കർണാടക സ്വദേശികളായ 30 കുടുംബങ്ങളിലായി 250-ൽ പരം പേരുണ്ട്. വ്യാഴാഴ്ച രാത്രി ഓരോ കുടുംബവും 1000 രൂപ വീതം സ്വരൂപിച്ച് സാധനങ്ങൾ വാങ്ങി വെള്ളിയാഴ്ച രാവിലെ പാക്ക് ചെയ്ത് വാനിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. 32 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു കേരളത്തിൽ. അപ്പോൾ നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ദുരന്തഭൂമിയിലേക്ക് നമ്മളായിട്ട് കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവിടുന്നുണ്ട്. ഇപ്പോൾ പിന്നെ കോഴിക്കോട് കളക്ടറേറ്റ് ഓഫീസിലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഇതിൽ പേസ്റ്റ്, പിന്നെ സാനിറ്റൈസ്, പിന്നെ ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. വയനാട്ടിലെ സാഹചര്യത്തിന് ഉപയോഗിക്കാൻ ഗംബൂട്ടുകൾ, പാചകത്തിനായി ആട്ടപ്പൊടി, കുട്ടികളുടെ വസ്ത്രങ്ങൾ, ടൂത്ത് പേസ്റ്റ്, ചെരുപ്പുകൾ, തൊപ്പി, സാനിറ്ററി നാപ്കിനുകൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, ഹാൻഡ് വാഷ്, വളർത്തുമൃഗങ്ങൾക്ക് കാലിത്തീറ്റ തുടങ്ങി 20-ൽ പരം സാധനങ്ങളാണ് ഇവർ നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ പുറപ്പെട്ടു. കോഴിക്കോട് കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടാണ് സാധനങ്ങൾ കൊണ്ടുപോയത്. ಬತ್ತೇರಿ ಅಂತ ಊರಿನಲ್ಲಿ ವಯನಾಡಲ್ಲಿ ಏನಂದರೆ ಅಲ್ಲಿ ಬಡವರು ತುಂಬ ಇದ್ದಾರೆ. ಅವರಿಗೆ ಊಟ ಇಲ್ಲ, ನೀರಿಲ್ಲ. ನಾವು ಇಲ್ಲಿ ಊಟ ಇಲ್ಲ, ನೀರಿಲ್ಲ. ನಾವು ಇದ್ದೀವಿ ಏನಂದರೆ ನಮ್ಮ ಊಟ ಇಲ್ಲರ ಪರವಾಗಿಲ್ಲ, ನಾವು ಜೀವಾಗಿದ್ದೀವಿ. ಅವರು ಜೀವಾಗಿಲ್ಲ. ಮನೆ ಇಲ್ಲ, ಜಾಗ ಇಲ್ಲ, ಏನೂ ಇಲ್ಲ. ನಮ್ಮ ಕೈಲಿರೋದು ಒಂದು ಊಟ, ಒಂದು ಬಟ್ಟೆ, ಹಾಕೊಳ್ಳೋಕೆ ಮೆಟ್ಟು, ಮಕ್ಕಳಿಗೆ ಪಂಬಸ್ಸು, ಬಿಸ್ಕೆಟು, ಬ್ರಷ್ಷು, ಕೋಲ್ಗೇಟ್ ಕೊಡ್ತಾಯಿದ್ದೀವಿ. ಎಲ್ಲರೂ ದೇವರಿಗೆ ನಮಸ್ಕಾರ ಮಾಡಿ, ಎಲ್ಲರೂ ಅವ್ರ ಮನೆಯೆಲ್ಲ ಚೆನ್ನಾಗಾಗಲಿ, ಅವ್ರ ಮಕ್ಳ ಮನೆ ಚೆನ್ನಾಗಲಿ. ಆ ಊರು ಇನ್ನೊಂದು ಸಲ ಆಯಿತು ದುರ್ಬಂಧ ಬರಬಾರ್ದು. 2 ಸರಿ ಆಯಿತು, 3ನೇ ಸತಿ ಇರಬಾರ್ದು. ಏನಂದರೆ ಇರಬಾರ್ದು ಅಂದರೆ ಮಂತ್ರಿಗಳು ಮನಸ್ಸು ಮಾಡಬೇಕು. ಒಳ್ಳೆ ಎಂಜಿನಿಯರ್ ಬರಬೇಕು, ಒಳ್ಳೆ ಮೆಡಿಷನ್ ಬಂದು ನೋಡಿದ್ರೆ 10 ಸೆಂಟ್ ಜಾಗ, ಒಂದು ಮನೆ ಮಾಡಿಕೊಟ್ರೆ ಸಾಕು. ಇಲ್ಲಿರೋ ಜಗತ್ತಲ್ಲಿರೋ ಜನ ಎಲ್ಲ ಊಟ ಇಲ್ಲದ್ರ ಪರವಾಗಿಲ್ಲ, ಅವ್ರಿಗೆ ಊಟ ಕೊಡ್ತಿದ್ದಾರೆ.
കർണാടക ഹാസൻ ജില്ലാ പരിധിയിലുള്ള കുടുംബങ്ങളാണ് തൃക്കരിപ്പൂരിൽ താമസിച്ചു വരുന്നത്. അണ്ണപ്പൻ, രാമചന്ദ്രൻ, സന്തോഷ്, പ്രശാന്ത്, അനു, ഭാഗ്യരാജ്, ഗണേഷ്, ലോകേഷ്, ജഗദീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സാധനങ്ങൾ ശേഖരിച്ച് പാക്ക് ചെയ്ത് ഒരുക്കിയത്. പ്രശാന്തിന്റെ നേതൃത്വത്തിൽ 4 പേർ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുമായി വെള്ളിയാഴ്ച രാവിലെയാണ് പുറപ്പെട്ടത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വയനാടിനൊരു കൈത്താങ്ങ്. സേവാഭാരതി കുറ്റിക്കോൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാട്ടിലെ വ്യാപാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്ക് സഹായമെത്തിക്കാൻ നാട്ടിലെ വ്യാപാരികളെയും നല്ലവരായ ജനങ്ങളെയും ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തി സേവാഭാരതി കുറ്റിക്കോൽ യൂണിറ്റ് വ്യാപാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു. ബന്തെടുക്ക സുബ്രഹ്മണ്യ ക്ഷേത്ര മേൽശാന്തി ശ്രീനിവാസ ഹെബാർ 150 പുതിയ മുണ്ടുകൾ നൽകി. സേവാഭാരതി പ്രസിഡന്റ് ചന്ദ്രൻ ലാവണ്യ ഏറ്റുവാങ്ങി. ബന്തെടുക്ക നിവാസിയായിട്ടുള്ള ശ്രീ എം വി ശ്രീനിവാസ ഹെബ്ബാർ അവർ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ലയിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി വീടും അതേപോലെ തന്നെ മുഴുവൻ സ്വത്തുക്കളും നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവർക്ക് ഉടുതുണിയായി 155ഓളം മുണ്ടുകൾ ഇന്ന് ബന്തെടുക്ക അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് ദാനം ചെയ്തിരിക്കുകയാണ്. മികച്ച മാതൃകാ പ്രവർത്തനം കാണിക്കുന്ന സേവാഭാരതിയുടെ ജില്ലാ ഘടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ബന്തെടുക്ക സേവാഭാരതി യൂണിറ്റിലെ കമ്മിറ്റി അംഗങ്ങളാണ് ഈ തുണികൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. എല്ലാ പാർലമെൻറ്റ് ഇതിന് മുമ്പേ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അന്നത്തെ ഇടുക്കിയിലെ സേവാഭാരതി സെക്രട്ടറി മധുസൂദനൻ തൊടുപ്പനം, ബന്തെടുക്ക മണ്ഡൽ കാര്യവാഹക് അനിൽ പടുപ്പ്, പനത്തടി പഞ്ചായത്ത് സേവാഭാരതി രക്ഷാധികാരി സൂര്യനാരായണ ഭട്ട് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന വ്യാപാരികൾക്ക് സഹായം എത്തിക്കാൻ മുന്നിട്ടിറങ്ങി കാഞ്ഞങ്ങാട്ടെ വ്യാപാരികൾ. കാഞ്ഞങ്ങാട് മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വരൂപിക്കുന്ന തുക വയനാട്ടിലെ വ്യാപാരി കുടുംബങ്ങൾക്ക് കൈമാറും. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ വ്യാപാരികൾക്ക് സഹായം എത്തിക്കാൻ മുന്നിട്ടിറങ്ങി കാഞ്ഞങ്ങാട്ടെ വ്യാപാരികൾ. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മാതൃകാ പ്രവർത്തനം നടത്തുന്നത്. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങി സഹായം സ്വരൂപിച്ചു. ഇങ്ങനെ സ്വരൂപിക്കുന്ന തുക വയനാട്ടിലെ വ്യാപാരി കുടുംബങ്ങൾക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അനുഗ്രഹം നൽകി നാട്ടുവഴികളിലൂടെ കുട്ടിദൈവങ്ങൾ സഞ്ചാരം തുടരുകയാണ്. ഇല്ലായ്മയുടെ പഞ്ഞമാസക്കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നതെന്നാണ് വിശ്വാസം. നിറഞ്ഞു പെയ്യുന്ന മഴയത്ത് വടക്കേ മലബാറിൽ വീടുകൾ തോറും കയറിയിറങ്ങുകയാണ് കർക്കിടക തെയ്യങ്ങൾ. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദികളും വ്യാധികളും ആടിയൊഴിപ്പിക്കാനാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിലെത്തുന്നത്. രണ്ട് വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരാണ് കോലം ധരിക്കുന്നത്. ആടിയായി വണ്ണാൻ സമുദായത്തിലെ കൊച്ചുകുട്ടികളും വേടനായി മലയ സമുദായത്തിലെ കൊച്ചുകുട്ടികളും കോലം ധരിക്കുന്നു. ഒറ്റച്ചെണ്ടകൊട്ടി ഐതിഹ്യം പാടുമ്പോൾ ചെണ്ടയുടെ താളത്തിനൊത്ത് തെയ്യമാടും. പണ്ടുകാലത്ത് വർഷകാലത്ത് ശിവനും പാർവതിയും കൃഷ്ണനുമായിട്ട് ഇങ്ങനെ നടന്നതാണ്. അങ്ങനെ ആ ഇത് ഗുരുവായിട്ട് ശിവനും പാർവതി കൃഷ്ണനുമായിട്ട് ഞങ്ങൾ വണ്ണാനും മലയനും അതുപോലെ തന്നെ കോപ്പാളും വേഷം ആടി പോകുന്നു. വണ്ണാൻ തെയ്യാണ് പാർവതി, മലം അവരാണെന്ന് ശിവൻ, കൃഷ്ണനാണ് കോപ്പാളന്മാർ. അങ്ങനെ ഈ കർക്കിടക മാസത്തിൽ മാരിമാറ്റാൻ വിഴിഞ്ഞു പറിച്ചു കഴിഞ്ഞാൽ ബുധവിശ്വാസികളെല്ലാം വിഴിഞ്ഞു പോയിന്നാണ് പണ്ടത്തെ തിരിച്ചു വരുന്നത്. അത് നമ്മളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പണ്ട് ഒരു കാരണന്മാർ കൊണ്ടുവരുന്ന ഇതിൻ്റെ വഴിയായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. തെയ്യം ആടിക്കഴിയുമ്പോൾ വീട്ടിലുള്ളവർ കത്തുന്ന വിളക്ക് തിരിക്ക് ചുറ്റും ഗുരുസി വെള്ളം ഒഴിഞ്ഞു മറിക്കും. ഇതോടെ ദുരിതങ്ങളെല്ലാം അകന്നു പോകുമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, രാജപുരം. വോർക്കാടി മഞ്ചേരി
മഞ്ചേശ്വരം പഞ്ചായത്തിലെ ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിൽ. മഞ്ചേശ്വരം വോർക്കാടി കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ്സായ ആനക്കല്ലിലുള്ള പമ്പ് ഹൌസിന് സമീപം മരം പൊട്ടിവീണ് വൈദ്യുതി ലൈനിൽ തകരാർ സംഭവിച്ചതാണ് ജലവിതരണം തടസ്സപ്പെടുവാൻ കാരണം. മഞ്ചേശ്വരം വോർക്കാടി കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ്സായ ആനക്കല്ലിലുള്ള പമ്പ് ഹൌസിന് സമീപം മരം പൊട്ടിവീണ് വൈദ്യുതി ലൈനിൽ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് വോർക്കാടി മഞ്ചേശ്വരം പഞ്ചായത്തിലെ ജലവിതരണം തടസ്സപ്പെട്ടു. ഇതേ തുടർന്ന് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരെ സമീപിച്ചപ്പോൾ മരം മുറിക്കുന്ന പ്രവൃത്തി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം വൈദ്യുത ലൈനുകളുടെ പ്രവൃത്തി KSEB പൂർത്തീകരിക്കുമെന്ന അറിയിപ്പാണ് ലഭിച്ചത്. ഈ പ്രവൃത്തികൾ പുരോഗമിച്ചു വരുന്നതായി വിവരമുണ്ട്. വെള്ളിയാഴ്ച പ്രവൃത്തി പൂർത്തിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അതുവരെ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് അറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് മൊഗ്രാലിൽ ATM കൗണ്ടറിലെ യന്ത്രം തകർത്ത് കവർച്ചാശ്രമം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മൊഗ്രാൽ ശാഖയോട് ചേർന്ന ATMൽ വ്യാഴാഴ്ച പുലർച്ചെ 3:00-ഓടെയാണ് സംഭവം. യന്ത്രം തകർക്കാൻ ശ്രമിക്കുന്നതിനിടെ സുരക്ഷാ അലാം മുഴങ്ങുകയായിരുന്നു. പോലീസ് എത്തിയെങ്കിലും കവർച്ച നടത്താനായി ശ്രമിച്ചയാളെ പിടികൂടാനായില്ല. മൊഗ്രാലിൽ ATM തകർത്ത് പണം കൊള്ളയടിക്കാൻ ശ്രമം. ദേശീയപാതയിൽ മൊഗ്രാൽ ജംഗ്ഷനിലെ ATM മെഷീൻ തകർത്താണ് പണം കൊള്ളയടിക്കാൻ ശ്രമിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 3:30-ഓടെയാണ് സംഭവം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മൊഗ്രാൽ ശാഖയോട് ചേർന്നുള്ള ATMലാണ് കവർച്ചാശ്രമം നടന്നത്. യന്ത്രം തകർക്കാൻ ശ്രമിക്കുന്നതിനിടെ സുരക്ഷാ അലാം മുഴങ്ങി. കവർച്ച നടന്ന ATMന് സമീപത്തായി പോലീസ് പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് അലാം മുഴങ്ങിയത്. പോലീസ് പെട്ടെന്ന് ബാങ്കിന് സമീപത്തെത്തുമ്പോഴേക്കും കവർച്ച നടത്താനായി ശ്രമിച്ചയാൾ കടന്നു കളഞ്ഞിരുന്നു. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാർ, SI K ശ്രീജേഷ് എന്നിവർ പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബാങ്കിന്റെ CCTV ദൃശ്യം പരിശോധിച്ചതിൽ തൊപ്പിയും മാസ്കും ധരിച്ചൊരാൾ ATM കൗണ്ടറിലെത്തിയത് കാണുന്നുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ ബാങ്ക് മാനേജർ ജസ്റ്റിന്റെ പരാതിയിൽ കേസെടുത്ത് കുമ്പള പോലീസ് അന്വേഷണം തുടങ്ങി. സമീപങ്ങളിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക്ക ഇബ്രാഹിം മുസ്ലിയാരെ ആക്രമിച്ചതായി പരാതി. ബന്ദിയോട് വെച്ച് മകന്റെ ഭാര്യയുടെ കുടുംബാംഗങ്ങൾ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചതായാണ് പരാതി. ബദിയടുക്ക ഇബ്രാഹിം മുസ്ലിയാരെ ബന്ദിയോട്ട് വെച്ച് മകന്റെ ഭാര്യയുടെ കുടുംബാംഗങ്ങൾ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചതായി പരാതി. മകന്റെ ഭാര്യയുടെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് 6 പേരടങ്ങിയ സംഘം ആക്രമിക്കുകയുമായിരുന്നുവെന്ന് ഇബ്രാഹിം മുസ്ലിയാർ പറഞ്ഞു. ഇദ്ദേഹം ഇപ്പോൾ കുമ്പള സഹകരണ ആശുപത്രിയിലാണ്. നമുക്ക് സംഗതി എന്തെന്നൊക്കെ നമുക്കൊന്നും അറിയില്ല. ഞാൻ ഇയാളെ ഓരോന്ന് നമുക്ക് ഫോൺ വന്നിട്ട് ഞാനിവിടുന്ന് പോയിട്ട് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് ഇന്നലെ കാസർഗോഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കാസർഗോഡിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്താണ് ഇയാൾ പറയണത് ഇങ്ങനെ സംഭവിച്ചതിന്. ഓരോ പെണ്ണുങ്ങൾ ബന്ധിയോടുള്ള പെണ്ണുങ്ങൾ വിളിച്ചതിന് ആഴ്ച വന്നു. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിന്. ഓരോ തല്ലിയത് എന്നിട്ട് തന്നെ ഹോസ്പിറ്റലിലാണ് പറഞ്ഞത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇന്നലെ പുറക്കൊക്കെ ഞാൻ കൊണ്ടുവന്നു. അവിടെ നിന്ന് പിന്നെ പുരയിലൊന്നും നടക്കണമെന്നില്ല ഇയാൾ. മുട്ടുവേദന, നടുവേദന, ഇങ്ങനെയല്ലോ പറയണം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുന്നിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് ശമനം. മഴ കുറഞ്ഞെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ അതീവ ജാഗ്രത തുടരുന്നു. ചുള്ളിക്കര GLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് MLAയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു. 26 പട്ടികവർഗ കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. ചെർക്കള കല്ലടുക്ക അന്തർ സംസ്ഥാന പാതയിൽ നെക്രാജിയിൽ മണ്ണിടിച്ചിൽ. പ്രദേശവാസികളും യാത്രക്കാരും അപകട ഭീഷണിയിൽ. വയനാട്ടിലെ മലയാളി സഹോദരങ്ങൾക്ക് ആശ്വാസമേകാൻ തൃക്കരിപ്പൂരിലെ കർണാടക സ്വദേശികളും കൂട്ടായ്മയും അവശ്യ വസ്തുക്കൾ എത്തിച്ചു നൽകി. അനുഗ്രഹം നൽകി നാട്ടുവഴികളിലൂടെ കുട്ടിദൈവങ്ങളുടെ സഞ്ചാരം. ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നതെന്നാണ് വിശ്വാസം. കാസർഗോഡ് മൊഗ്രാലിൽ ATM കൗണ്ടറിലെ യന്ത്രം തകർത്ത് കവർച്ചാശ്രമം. സുരക്ഷാ അലാം മുഴങ്ങിയെങ്കിലും കവർച്ചയ്ക്കെത്തിയയാളെ പിടികൂടാനായില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.